ഹായ്, എൻ്റെ പേര് നിതിൻ രാജ്. എൻ്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് കാലടിയിൽ സൂപ്പർ മാർക്കറ്റ് കട നടത്തുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സുസ്മിത് ജയരാജ്. അതായത് 2 കൊല്ലം മുന്നേ എൻ്റെ സൂപ്പർ മാർക്കറ്റ്, ഞാൻ ഫസ്റ്റ് ടൈം നടത്തുന്ന ഒരു ബിസിനസ്സാണ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ്. ആ ഒരു സൂപ്പർ മാർക്കറ്റ് 2 കൊല്ലം മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സ്ഥലത്ത് കുറച്ച് പാളിച്ചകളും കുറച്ച് ലോസും വന്ന് സ്ഥാപനം ഒരു അത്യാവശ്യം ഓടില്ലാത്ത ഒരു ലെവലിലേക്ക് വരെ മാറിയ ഒരു സാഹചര്യം വന്നു. അങ്ങനെ നോക്കി ഞാൻ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്, അതിനെന്താണ് ബിസിനസ് കൺസൾട്ടന്റുമാരുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നോക്കി. അങ്ങനെ ഒരുപാട് പേരായിട്ട് കൺസൾട്ട് ചെയ്തു. അതിലെനിക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് വന്നൊരു വ്യക്തിയാണ് സുസ്മിത് ജയരാജ് എന്ന് പറഞ്ഞ ആള്. അപ്പോൾ ആളെന്നെ വന്ന് നേരിട്ട് കണ്ടു. ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ നീഡ്സ് അറിയിച്ചു പുള്ളിനെ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ത്യൻ രീതിയിൽ കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തണം, എന്തൊക്കെ വേണം, ഒരു സ്ട്രക്ചർ, ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഐറ്റം എവിടെ വെക്കണം, ഓരോ സ്റ്റെപ്പും നോക്കി കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഓരോ ദിവസത്തെ സെയിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് എങ്ങനെ കയറ്റുന്നു എന്നുള്ള രീതിയിലുള്ള സ്ട്രക്ചർ വരെ മനസ്സിലാക്കി തന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. 100% അദ്ദേഹത്തിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാം. നാളെ എനിക്കെന്നല്ല മറ്റാർക്കും ഒരു സ്ഥാപനം കൊണ്ട് നടത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല, അവയർനെസ് ഇല്ല. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്താൽ അതെങ്ങനെ കൊണ്ടു നടക്കണം, ഏത് രീതിയിൽ കൊണ്ടു നടക്കണം, നമുക്ക് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ള വിശദാംശങ്ങളൊക്കെ പുള്ളി തന്നെ പറഞ്ഞു തന്ന് കാര്യങ്ങൾ ചെയ്യും. പിന്നെ 100% 100% പുള്ളിനെ വിശ്വസിക്കാം. നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ. ഹായ്, ഞാൻ സുസ്മിത് ജയരാജ്. ഞാനൊരു ഓൺടർപ്രിനർ ആൻഡ് ഇൻവെസ്റ്ററാണ്. എനിക്ക് മെയിനായിട്ട് കൺസൾട്ടിങ് ആണ് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് ഉള്ള ബിസിനസ്സുകളും ഞാൻ ചെയ്യുന്നുണ്ട്. മറ്റാൾക്കാരായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ബിസിനസ്സും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് യങ് ഓൺടർപ്രിനേഴ്സിനെ നർച്ചർ ചെയ്തെടുക്കുക. അവർക്ക് ഒരു മെൻറ്റർഷിപ്പായിട്ട് ഒരു പ്രോഗ്രാം ഞാൻ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ഇപ്പോൾ എക്സിസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൺടർപ്രിനേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ പല രീതിയിലുള്ള പാളിച്ചകളെ പറ്റിയിട്ടുണ്ടാകും, എക്സ്പീരിയൻസ് കുറവ് കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാകും. അതെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്ത് അവരുടെ ബിസിനസ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ളൊരു ഒരു ജേണിയാണ് ഞാൻ അവരുമായിട്ട് ചെയ്യുന്നത് യൂഷ്വലി. എൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് റേസ് ചെയ്യേണ്ടതെന്നോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്തിടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളത് ചെയ്യേണ്ടത്, അതിന് ബഡ്ജറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും നമ്മൾ ഇതിനകത്ത് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഞാൻ കൂടുതലും ഇ-കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും മറ്റ് എൻജിനീയേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആയിരിക്കാം, അതേപോലെയുള്ള പ്രോഗ്രാംസൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. മറ്റ് ഓൺടർപ്രിനേഴ്സുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ വലിയ പ്രോജക്റ്റുകളിലൊക്കെ നമ്മൾ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. അതിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് മിന്ത്ര. ഞാനൊരു കോൺസെപ്റ്റ് ഡെവലപ്പർ എന്നുള്ളൊരു ആംഗിളിലാണ് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യാറ്. അപ്പോൾ കോൺസെപ്റ്റ് ഡെവലപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ എല്ലാവർക്കും അത് പെട്ടെന്നായിട്ട് ക്യാച്ച് ചെയ്യാറില്ല. പക്ഷേ ഏതൊരു മാർക്കറ്റിൽ ചെന്നാലും ആ മാർക്കറ്റിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് റെക്കഗ്നൈസ് ചെയ്ത് അവിടെ എന്ത് ഇട്ടാൽ ഓടുമെന്ന് തിരിച്ചറിയാനോ, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഏത് വശം കാണിച്ചാലായിരിക്കും ആൾക്കാരുടെ പെർസെപ്ഷൻ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ആംഗിൾ ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ആ മാർക്കറ്റിനെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഉള്ളൊരു വെബ്സൈറ്റോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഓൺലൈനായിട്ടുള്ള പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ അജണ്ട. അതിലൂടെയാണ് ഞാൻ എല്ലാ പ്രോജക്ട്സും ചെയ്തിട്ടുള്ളത്. അങ്ങനെ വർക്ക് ചെയ്തൊരു പ്രോജക്റ്റാണ് മിന്ത്ര. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ 2006 ക്രിയേറ്റ് ചെയ്തൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ ആ കോൺസെപ്റ്റിനോട് ഇഷ്ടം തോന്നി ബാംഗ്ലൂരിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓൺടർപ്രിനറാണ് എൻ്റെ ആ കോൺസെപ്റ്റ് മേടിച്ചത്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ നേരത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. സ്മാർട്ട് കാർട്ട് എന്നാണ് അതിൻ്റെ പേര്. 2011 ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2018
ആയപ്പോഴത്തേക്കും ഞാനത് മറിച്ച് വേറൊരു കമ്പനിക്ക് അത് വിറ്റു. അപ്പോൾ അതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സിൻ്റെ ഭാഗമായിട്ട് നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കെപ്കോ മാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആൾക്കാരുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് കേരളത്തിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകാരും ഒരു പ്രതിസന്ധി സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ ബ്ലിങ്കിറ്റ് പോലുള്ള ഇപ്പോൾ മോഡേൺ ക്വിക്ക് കോമേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന കമ്പനികൾ തന്നെയാണ്. ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട്, ഗ്രോഫേഴ്സ് ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഹെവിലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള വലിയ ഡീപ്പ് പോക്കറ്റ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തതുപോലെ ഒന്നും സാധാരണ സൂപ്പർ മാർക്കറ്റുകൾക്ക് ചെയ്യാൻ പറ്റാറില്ല. അവരുടെ ഏകദേശം 50% ബിസിനസ് ഡൗൺ ആയിട്ടുണ്ട്. ഈ ഒരു കോർപ്പറേറ്റ് ബോഡീസ് വന്ന് അവർക്ക് കേരളത്തിൽ കണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി എല്ലാ ബിസിനസ്സുകാർക്കും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് വേണം, എന്നാലേ അത് ഫെയർ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റിന് വേണ്ടി ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. സോ അവരുടെ ബിസിനസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പ്രസൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു അവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കാനായിട്ടും ഒക്കെ ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ഇ-കൊമേഴ്സ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണം. ഇവരെയൊക്കെ വെൻഡേഴ്സായിട്ട് ആഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ഇവർക്ക് കസ്റ്റമേഴ്സ് നമുക്ക് എവിടെ നിന്നോ കേരളത്തിൽ എവിടെ നിന്ന് വേണോ അവർക്ക് ഓൺലൈനായിട്ട് ഓർഡേഴ്സ് ചെയ്യാം. ആ ചെയ്യുന്ന സമയത്ത് അവർ ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ ഉള്ള സൂപ്പർ മാർക്കറ്റ്, നമ്മളുമായിട്ട് ടൈപ്പുള്ള സൂപ്പർ മാർക്കറ്റ് അവർക്ക് സാധനം എത്തിച്ചെടുക്കും. ഇതാണ് നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ കേരളത്തിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റ്സിനും ഒരു സപ്പോർട്ട് കൊടുക്കാനും സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന പോലെയുള്ള വലിയ കമ്പനികളുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ അവരെ പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം നമുക്കും ഉണ്ടായിരിക്കണം. എല്ലാവരും ഒരു യൂണിഫൈഡ് ആയിട്ടൊരു ഗ്രൗണ്ടിൽ വന്ന് കളിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾ ഓവർ കേരള പാൻ ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു സപ്പോർട്ട് മെക്കാനിസമായിട്ട് നമുക്ക് സ്വാക്ക് എന്ന് പറയുന്ന അസോസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ത്രൂ ആണ് നമ്മൾ ഈ ഒരു സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിയാനും ഇതിൻ്റെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി കോൾ മീ അറ്റ് 7994 024 266.